എല്ലാവർക്കും നമസ്കാരം. ഞാൻ രമ്യ. ബി ബേക്ക് ആൻഡ് മോർ എന്ന നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള, ഡയറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സൂപ്പർ ഈസി ബ്രേക്ക്ഫാസ്റ്റ് ആണ്. എന്താണെന്നല്ലേ? ഓവർനൈറ്റ് ഓട്സ് ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ആർക്ക് വേണമെങ്കിലും കഴിക്കാവുന്ന, അധിക സമയം കുക്ക് ചെയ്യാൻ വേണ്ടി ആവശ്യമില്ലാത്ത, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു റെസിപ്പിയാണ് ഓവർനൈറ്റ് ഓട്സ്. ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് ക്വിക്ക് ഓട്സ് അല്ല, റോൾഡ് ഓട്സ് ആണ്. റോൾഡ് ഓട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുസലിയൊക്കെ വാങ്ങിക്കുമ്പോൾ അതിനകത്ത് കിടക്കുന്ന പരന്ന ഓട്സ് ഇല്ലേ, അതാണ് റോൾഡ് ഓട്സ്. എനിക്കിവിടെ റോൾഡ് ഓട്സ് സ്റ്റോപ്പിൽ നിന്ന് വാങ്ങാൻ കിട്ടില്ല, അതുകൊണ്ട് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. ഇത് കൂടുതൽ ഫൈബർ റിച്ച് ആണ്, അതേപോലെ നമ്മുടെ സ്റ്റൊമക്കിനെ കൂടുതൽ നേരം ഫുള്ളാക്കി വെക്കുന്ന ഒരു ഫുഡാണ് റോൾഡ് ഓട്സ്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിയ സീഡാണ്. നമ്മുടെ ബേസിൽ സീഡൊക്കെ പോലെ ഇരിക്കുന്ന ഒരു തരം സീഡാണ് ചിയ സീഡ്. ചിയ സീഡും ന്യൂട്രീഷ്യസും ഫൈബർ റിച്ചുമായിട്ടുള്ള ഒരു ഫുഡാണ്. ഈ റെസിപ്പിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ കുക്കിംഗ് ചെയ്യുന്നതേ ഇല്ല. ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം മിക്സ് ചെയ്യുന്നു, അതൊന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടി, സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കുന്നു. കുതിർന്ന് കഴിയുന്നുണ്ടെങ്കിൽ നമ്മളത് കഴിക്കുന്നു. മിനിമം നമ്മളൊരു 4 മണിക്കൂറെങ്കിലും ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ സോക്ക് ചെയ്ത് വെക്കണം. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ തലേദിവസം രാത്രിയിലെ മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. രാവിലെ എടുത്ത് തണുപ്പ് മാറിയ ശേഷം നമുക്കത് ഉപയോഗിക്കാം. ഇൻഗ്രീഡിയൻസിൻ്റെ ക്വാണ്ടിറ്റി കാണുന്നുണ്ടെങ്കിൽ വളരെ കുറച്ചാണെന്ന് വിചാരിക്കേണ്ട. കാണുമ്പോൾ ഇതൊരു ചെറിയ ബൗളിലാണെന്ന് തോന്നുമെങ്കിലും ഇത് വളരെ ഹെവി ആയിട്ടുള്ള ഒരു ഫുഡാണ്. കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉച്ച വരെ വിശപ്പ് ഉണ്ടാകുകയില്ല. നമുക്ക് സമയം കളയാതെ നേരെ റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണണം. തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ഈസി ഓവർനൈറ്റ് ഓട്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ ജാം ഇട്ട് കൊടുക്കുകയാണേ. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് ലോ ഫാറ്റ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ലോണം മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1/2 കപ്പ് റോൾഡ് ഓട്സ് ആണ്. ഇത് ക്വിക്ക് ഓട്സ് അല്ല, ഇത് കണ്ടില്ലേ. അപ്പോൾ ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് 1 ടേബിൾ സ്പൂൺ ചിയ സീഡാണ്, ഇത് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് കവർ ചെയ്ത് വെക്കണം. ഞാനിത് ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെക്കാൻ പോവാണ്. നമ്മുടെ ഓവർനൈറ്റ് ഓട്സ് കഴിഞ്ഞ ഒരു രാത്രി മൊത്തം ഫ്രിഡ്ജിലിരിക്കുകയായിരുന്നു. ഇന്നിപ്പോൾ രാവിലെ ഞാൻ 1 മണിക്കൂറായി പുറത്തെടുത്ത് വെച്ചിട്ട് ഇതിപ്പോൾ നല്ലവണ്ണം കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഈ ഓട്സിനെ കുക്ക് ചെയ്യുന്നില്ല, ഇത് കുതിർത്ത് എടുക്കുകയാണ് ശരിക്കും ചെയ്യുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 10 റോസ്റ്റഡ് ബദാം കഷ്ണങ്ങളാക്കിയത് ഇട്ട് കൊടുക്കുകയാണേ. അപ്പോൾ നമ്മുടെ സൂപ്പർ ഈസി ഡയറ്റ് ഫ്രണ്ട്ലി ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.